യെസ്, ഇത് മാത്രമല്ല വെള്ളാപ്പള്ളി പറഞ്ഞത്. മേയർ ആര്യ രാജേന്ദ്രനെതിരെയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചിലത് പറഞ്ഞിട്ടുണ്ട്. മേയർ ആര്യ രാജേന്ദ്രന്റെ പൊങ്ങച്ചത്തിന്റെ ദോഷമാണ് തിരുവനന്തപുരത്തുണ്ടായതെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ പക്ഷം. മേയർ കല്യാണം കഴിച്ചിട്ടില്ല, ചെറുതാണ്, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ പൊക്കിയല്ല. പുള്ളിക്കാരൻ വളരെ പൊങ്ങുകയും ചെയ്തു. ഈ പൊങ്ങച്ചത്തിന്റെ ദോഷം അവിടെ ഉണ്ടായിരുന്നു. ആളുകളുടെ പെരുമാറ്റം മോശം. ഒരു വണ്ടി വന്നപ്പോൾ ആ ഡ്രൈവറെ പിടിച്ച് നിർത്തിക്കൊണ്ട് ആ കേസില്ലേ, അത് അധികാരത്തിൻ്റെ ദാർഢ്യമല്ലേ? അധികാരത്തിലിരിക്കുന്നവരൊന്നും വിനയമല്ലേ വേണ്ടത്? ആ വിനയം കാണിക്കാതെ ആ പ്രായത്തിൻ്റെ ചെറുപ്പത്തിൻ്റെ ദാർഢ്യവും അഹങ്കാരവും അത് വളരെ ചർച്ചാ വിഷയമാകുകയും അത് ഇന്നും ലൈവായിട്ട് നിൽക്കുകയും ആ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ അതൊരു കാരണം തന്നെയായിരുന്നു. ഈ കുറേ മസിൽ പിടുത്തം ഉണ്ട്. പണ്ടത്തെ കാലമല്ല. ആളോട് മാന്യമായിട്ടും സ്നേഹമായിട്ടും സ്വന്തം മക്കളോട് പോലും വിനയമായിട്ടൊക്കെ പെരുമാറിയാലേ മക്കൾ പോലും എല്ലാവരും പോടാ അച്ചാന്ന് പറഞ്ഞ് പോണ കാലമാണ്. BDJS കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. BDJS കൊണ്ട് ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. BDJS നടന്ന് കാൽ കഴിച്ചതല്ലാതെ എന്താണ് കിട്ടിയത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഈഴവർ നിന്നാൽ സവർണർ വോട്ട് ചെയ്യില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഈഴവർ നിന്നാലേ സവർണർ വോട്ട് ചെയ്യുന്നില്ല. BDJSകാരായി നിന്ന് ആളുകൾ എവിടെ നിന്നോ അവിടെ സവർണർ വോട്ട് ചെയ്യുന്നില്ല. അതെന്താണെന്ന് അവർ പഠിച്ചോളൂ. 10 കൊല്ലം കൂടെ നടന്നു. BDJS എന്ത് കൊടുത്തു? ഈ നടന്ന് കാല് കഴിഞ്ഞതല്ല അവർക്ക് എന്നാ കിട്ടി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇടതുപക്ഷത്തിൻ്റെ കൂടെ നടക്കുന്നവർക്ക് എല്ലാവർക്കും സ്ഥാനവും MLA MP കോർപ്പറേഷനൊക്കെ കൊടുക്കുമ്പോൾ ഈ BJPയുടെ കുറേ 10 കൊല്ലം നടന്ന BDJS എന്ത് കിട്ടിയെന്ന് അവരാലോചിക്കട്ടെ. ഇസത്ത് സുൽഫിക്കറാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ഇസത്ത്, വെള്ളാപ്പള്ളി നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അറിയേണ്ടത് ഒരു കാര്യമാണ്. മലപ്പുറത്ത് പ്രത്യേകിച്ചും LDFന് തിരിച്ചടിയേറ്റത് വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശമാണ് എന്നുള്ളതാണല്ലോ ആക്ഷേപം. അതിനെ അദ്ദേഹം എങ്ങനെയാണ് കാണുന്നത്? തന്റെ പരാമർശം മലപ്പുറത്ത് LDFന് തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ? നൗഫൽ മലപ്പുറത്തെ പറ്റിയുള്ള പരാമർശത്തിൽ നിന്നും താൻ പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ പത്രസമ്മേളനം. ഇന്ന് 1 മണിക്കൂർ നീണ്ടു നിന്ന ഒരു പത്രസമ്മേളനമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റേത്. കുറെ നാളുകൾക്ക് ശേഷമാണ് അത്രയും ഒരു നീണ്ട പത്രസമ്മേളനം അദ്ദേഹം വയ്ക്കുന്നത്. അവിടെ ആ പരാമർശത്തിൽ താൻ ഉറച്ചു തന്നെ നിൽക്കുന്നു. ആ പരാമർശം കൊണ്ട് LDFന് യാതൊരുവിധ തിരിച്ചടിയും ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല മലപ്പുറത്ത് മുസ്ലിങ്ങളല്ല, മുസ്ലിം ലീഗാണ് അവിടെ പ്രശ്നം. ലീഗ് അതിനെ ഒരു പ്രത്യേക സംസ്ഥാനമായി രൂപീകരിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അതിനെ ഒരു പ്രത്യേക തരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നെല്ലാമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. മാത്രമല്ല തന്റെ സമുദായത്തിന് മലപ്പുറത്ത് വേണ്ടത്ര പരിഗണന ലഭിക്കാത്തത് മുസ്ലിം ലീഗ് കൊണ്ടാണെന്നും മാത്രമല്ല പല സ്ഥലങ്ങളിലും തന്റെ സമുദായത്തെ പിന്നോട്ട് വലിക്കുന്നു എന്ന തരത്തിലുമുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. മുസ്ലിം ലീഗ് കാരണമാണ് അവിടെ തന്റെ സമുദായത്തിന് ഒരു കട പോലും അല്ലെങ്കിൽ ഒരു തിയേറ്റർ നടത്തിയപ്പോൾ, തന്റെ സമുദായത്തിൽപ്പെട്ട ഒരാൾ തിയേറ്റർ തുടങ്ങിയപ്പോൾ ആ തിയേറ്ററിനെതിരെ വരെ ശബ്ദിക്കാൻ മുസ്ലിം ലീഗിലെ പ്രവർത്തകരും മുസ്ലിം ലീഗ് അംഗങ്ങളും തയ്യാറായി എന്നും അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചു. അതുപോലെ തന്നെ നിരവധി വിഷയങ്ങൾ, ഈ പറയുന്ന BDJSന്റെ വിഷയമാണെങ്കിലും സവർണ മേധാവിത്വം ഇപ്പോഴും സംസ്ഥാനത്തും അല്ലെങ്കിൽ കേരളത്തിലൊട്ടാകെ നിലനിൽക്കുന്നു എന്ന തരത്തിലുള്ള പരാമർശമാണ് BDJSനെ പറ്റിയും അദ്ദേഹം പറഞ്ഞത്. BDJSൽ നിന്നും ഒരു ഈഴവനാണ് മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായും സവർണ വിഭാഗത്തിലുള്ളവർ വോട്ട് ചെയ്യില്ല എന്ന തരത്തിലുള്ള ഒരു പരാമർശവും ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് പറഞ്ഞു.